ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ട കഴിഞ്ഞ 5 വർഷമായി വിചാരണ പോലും ഇല്ലാതെ തടവിൽ കഴിയുന്ന JNU മുൻ വിദ്യാർത്ഥിയും ആക്ടിവിസ്റ്റുമായ ഉമർ ഖാലിദിന്റെ വിഷയത്തിൽ നിർണായക നിരീക്ഷണങ്ങളുമായി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് രംഗത്തെത്തി. ഏതൊരു പൗരനെയും പോലെ ഉമർ ഖാലിദിനും വേഗത്തിലുള്ള വിചാരണയ്ക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വീർ സഖ്വിയുമായി നടത്തിയ അഭിമുഖത്തിനിടെയാണ് ചന്ദ്രചൂഡ് തന്റെ നിലപാടുകൾ പങ്കുവച്ചത്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരിക്കവേ ഉമർ ഖാലിദിന്റെ ജാമ്യ അപേക്ഷകൾ നിരന്തരം തള്ളപ്പെടുന്ന സാഹചര്യം വീർ സഖ്വി ഉന്നയിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കേസുകളിൽ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ജാമ്യം നിയമവും ജയിൽ അപവാദവും എന്ന തത്വം കർശനമായി പാലിക്കപ്പെടണമെന്ന് ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു. ദീർഘകാലം വിചാരണയില്ലാതെ ഒരാളെ തടവിൽ വെക്കുന്നത് നീതിയല്ലെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. താൻ കോടതിയെ വ്യക്തിപരമായി വിമർശിക്കുകയല്ലെന്നും എന്നാൽ നീതിപീഠത്തിന്റെ പ്രവർത്തനങ്ങളിൽ ചില തത്വങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പൊതുസമ്മർദ്ദമോ മുൻവിധികളോ നോക്കിയാവരുത് ജഡ്ജിമാർ ജാമ്യാപേക്ഷയിൽ വിധി പറയേണ്ടത്. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന തെളിവുകളുടെയും രേഖകളുടെയും മാത്രം അടിസ്ഥാനത്തിലാകണം ജഡ്ജിമാർ തീരുമാനമെടുക്കേണ്ടത്. ബാഹ്യമായ ഇടപെടലുകൾക്കോ സോഷ്യൽ മീഡിയ വിചാരണകൾക്കോ കോടതി നടപടികളിൽ സ്ഥാനമുണ്ടാകരുത്. ഭരണഘടനാപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ജഡ്ജിമാരുടെ പ്രാഥമിക ചുമതലയെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിശ്ചയിക്കപ്പെട്ട കാലയളവിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ കഴിയാത്ത പക്ഷം കുറ്റം തെളിയുന്നതിന് മുൻപുള്ള തടവ് തന്നെ ഒരു വലിയ ശിക്ഷയായി മാറുകയാണ്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശവും വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശവുമുണ്ട്. ജാമ്യം നിയന്ത്രിക്കുന്ന കർശനമായ നിയമങ്ങൾ രാജ്യത്തുണ്ടാകാം. എന്നാൽ ഇത്തരം നിയമങ്ങൾക്ക് പോലും ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾക്കും ഉറപ്പുകളെയും മറികടക്കാൻ കഴിയില്ലെന്ന് ചന്ദ്രചൂഡ് വ്യക്തമാക്കി. നിയമത്തെക്കാൾ വലുതാണ് ഭരണഘടനാപരമായ സംരക്ഷണം. ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾ പലപ്പോഴും ദേശീയ സുരക്ഷ എന്ന വാദം ഉയർത്താറുണ്ട്. എന്നാൽ ഇത്തരം വാദങ്ങൾക്ക് മുന്നിൽ ജഡ്ജിമാർ അന്ധമായി കീഴടങ്ങേണ്ടതില്ല. ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഒരാളെ അനിശ്ചിതകാലം തടവിലിടുന്നത് ന്യായമാണോ എന്ന് കോടതികൾ ആലോചിക്കണം. താൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലയളവിൽ ഏകദേശം 21,000 ജാമ്യാപേക്ഷകൾ തീർപ്പാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഇവയിൽ പലതും വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാത്ത സാധാരണക്കാരുടെ കേസുകളായിരുന്നു. നീതി തേടിയെത്തുന്ന ഓരോ പൗരനും തുല്യ പരിഗണനയാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയുടെ ദൗത്യം പൊതുജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയല്ല, മറിച്ച് നിയമവും ഭരണഘടനയും തമ്മിലുള്ള സന്തുലനാവസ്ഥ നിലനിർത്തുകയാണ്. ജനപ്രിയമായ തീരുമാനങ്ങളല്ല, മറിച്ച് നിയമപരമായ തീരുമാനങ്ങളാണ് കോടതികളിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് ചന്ദ്രചൂഡ് ഉറപ്പിച്ചു പറഞ്ഞു. 2020 സെപ്റ്റംബറിലാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 വർഷത്തോളമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല എന്ന വസ്തുത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വർഷം ജനുവരിയിലും ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരുന്നു. അദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായ ഷർജിൽ ഇമാമിനും ജാമ്യം ലഭിച്ചിട്ടില്ല. ഇവർക്കുമെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും ഡൽഹി കലാപത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്നുമാണ് കോടതി അന്ന് നിരീക്ഷിച്ചത്. 5 വർഷമായി വിചാരണ നടന്നില്ല എന്നത് ജാമ്യം അനുവദിക്കാനുള്ള ഏക കാരണമായി കാണാൻ കഴിയില്ലെന്നാണ് സുപ്രീം കോടതിയുടെ മുൻ നിലപാട്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഗൗരവകരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ ഏജൻസികൾ കോടതിയെ അറിയിച്ചിരുന്നു. CAA NRC വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ മറവിൽ ഉമർ ഖാലിദും സംഘവും ഡൽഹിയിൽ ബോധപൂർവം കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, UAP തുടങ്ങിയ കടുത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തടവിൽ കഴിയുന്നതിനിടെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഉമർ ഖാലിദിന് നേരത്തെ 14 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. കർഖദുമ കോടതി അനുവദിച്ച ഈ ജാമ്യം കഴിഞ്ഞാലുടൻ അദ്ദേഹം തിരികെ ജയിലിലേക്ക് മടങ്ങുകയായിരുന്നു. ഉമർ ഖാലിദിന്റെ തടവ് മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിചാരണ വൈകുന്നത് നീതി നിഷേധമാണെന്ന് അവർ ആരോപിക്കുന്നു. ചന്ദ്രചൂഡിന്റെ പുതിയ പ്രസ്താവന ഈ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. ഏതൊരു ക്രിമിനൽ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നതുവരെ അയാൾ നിരപരാധിയായി കണക്കാക്കപ്പെടണമെന്നാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അന്തസത്ത. വർഷങ്ങളോളം നീളുന്ന തടവ് ശിക്ഷ ഈ തത്വത്തെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. UAPA പോലുള്ള നിയമങ്ങളിൽ ജാമ്യം ലഭിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ വിചാരണ വൈകുന്നത് ജാമ്യം നൽകാനുള്ള ഒരു കാരണമായി കണക്കാക്കണമെന്ന് മുൻപ് ചില കോടതി വിധികൾ പരാമർശിച്ചിട്ടുണ്ട്. ചന്ദ്രചൂഡ്
ചന്ദ്രചൂഡിന്റെ വാക്കുകൾ ഈ ദിശയിലുള്ള മാറ്റങ്ങൾക്ക് വഴി തുറക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഭരണഘടന നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ സുരക്ഷയും തമ്മിലുള്ള നേർത്ത നൂൽപാലത്തിലൂടെയാണ് ഇത്തരം കേസുകൾ കടന്നുപോകുന്നത്. ഈ തുലനാവസ്ഥ നിലനിർത്താൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് മുൻ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ അടിവരയിടുന്നു. ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഈ സംവാദം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രവൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഉമർ ഖാലിദിന്റെ കേസിൽ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഉറ്റുനോക്കുന്ന ഒന്നാണ്.